പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വിശുദ്ധ യൗസേപിതാവിനുള്ള പ്രതിഷ്ഠയുടെ ഒരുക്കത്തിനായുള്ള 29ാമത്തെ ഈ ദിവസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ചിരിക്കുന്ന ഈ പുണ്യദിനത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. യൗസേപിതാവുമായുള്ള ആഴമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് ആനയിക്കണമേ. യൗസേപിതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന സാന്നിധ്യമായി തീരത്തക്ക വിധം യൗസേപിതാവിനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനും ഞങ്ങൾക്കും അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. യൗസേപിതാവ് എവിടെയുണ്ടോ അവിടെ ഈശോയും മാതാവും ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. തിരുക്കുടുംബത്തിൻ്റെ നിറസാന്നിധ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ജീവിതങ്ങൾക്കും സഭയ്ക്കും സന്യാസ സമൂഹങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങളുടെ ആത്മീയ പിതാവേ, ഞങ്ങളെ വളർത്തുന്ന പിതാവേ, ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. തിരുക്കുടുംബത്തിൽ നിറസാന്നിധ്യമായിട്ട് ആ കുടുംബത്തിന് അനുഗ്രഹമായതുപോലെ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അവിടെ നിന്ന് വന്ന് വാസമുറപ്പിക്കണമേ. യൗസേപിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് വിശുദ്ധ യൗസേപിതാവിനോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. യൗസേപിതാവിനോടൊപ്പം ഈശോയും മാതാവും പരിശുദ്ധാത്മാവും സ്വർഗവാസികളും എല്ലാവരും നിറയപ്പെട്ട വലിയൊരു സാന്നിധ്യമാണ് ദൈവം നമുക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും സന്തോഷത്തോടും നന്ദിയോടും കൂടെ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ നമുക്ക് നമ്മെ തന്നെ ഈ പ്രതിഷ്ഠയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 29ാമത്തെ ദിവസം ദൈവ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുടുംബത്തിലെ മഹത്വ സാന്നിധ്യം ആണ് യൗസേപിതാവ്. തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശാന്തനായ നിശബ്ദനായ ഒരു ശക്തനായ സാന്നിധ്യമാണ് യൗസേപിതാവ്. ഈ യൗസേപിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഒരു സാന്നിധ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു രഹസ്യമാണ്. യൗസേപിതാവിനെ നമ്മൾ സ്നേഹിച്ച്, നമ്മൾ ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജോലി മേഖലകളിലേക്ക്, പഠനത്തിലേക്ക്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ, സ്വാഗതം ചെയ്താൽ യൗസേപിതാവ് നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. യൗസേപിതാവ് കടന്നു വന്നാൽ അതൊരു മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറും. തിരുക്കുടുംബത്തിൽ ഉണ്ണീശോയെ വളർത്തിയതുപോലെ നമ്മയും നമ്മുടെ മക്കളെയും ഈ കുടുംബത്തിൽ വസിക്കുന്ന യൗസേപിതാവ് വളർത്തും.
കുടുംബത്തെ കാത്തുപരിപാലിച്ച ആ വലിയ ശക്തി, ഈ യൗസപിതാവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെയും വളർത്തും, നമ്മുടെ ജോലി മേഖലകളെ വളർത്തും, പഠനത്തിൽ മക്കളെ വളർത്തും, വിശുദ്ധിയിൽ മക്കളെ വളർത്തും. മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ സ്നേഹത്തിൽ കുടുംബങ്ങളെ വളർത്തും. പൗരോഹിത്യത്തിൽ സമർപ്പണത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ കരുത്തിൽ യൗസപിതാവ് നമ്മളെ വളർത്തും. സഭയിൽ സകല മേഖലകളിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മെ വളർത്തുന്ന ഒരു മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് യൗസപിതാവ് ആയിത്തീരുന്നു. അതിനുവേണ്ടി യൗസപിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. നാം ചെയ്യേണ്ടത് വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ യൗസപിതാവിനെ സ്വാഗതം ചെയ്യുക, യൗസപിതാവിനെ ബഹുമാനിച്ച് യൗസപിതാവിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കുക. യൗസപിതാവ് കുടുംബത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ കർമ്മലിത്ത സഭയെ വിശുദ്ധീകരിച്ച അല്ലെങ്കിൽ നവീകരിച്ച ഒരു മഹാവിശുദ്ധയാണ്. അതിനുശേഷം ഒത്തിരിയേറെ കോൺവെന്റുകൾ ഈ അമ്മ ത്രേസ്യ സ്ഥാപിക്കുകയുണ്ടായി. അതിൽ ഭൂരിപക്ഷം കോൺവെന്റുകൾക്കും അമ്മ ത്രേസ്യ ഇട്ട പേര് സെന്റ് ജോസഫ് കോൺവെന്റ് എന്നാണ്. വിശുദ്ധ യൗസപിതാവിന്റെ നാമധേയത്തിൽ താൻ നവീകരിച്ച് സ്ഥാപിച്ച കോൺവെന്റുകൾക്ക്, ഭവനങ്ങൾക്ക് പേരിട്ടു. കാരണം യൗസപിതാവിന്റെ പ്രത്യേകമായ സംരക്ഷണം ഈ ഭവനങ്ങൾക്ക് വേണം, അവിടെ വസിക്കുന്ന സിസ്റ്റേഴ്സിനും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യൗസപിതാവിന്റെ പേരിടുകയാണ്. നമുക്കറിയാം, അമ്മ ത്രേസ്യ യൗസപിതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരു വിശുദ്ധയാണ്. യൗസപിതാവുമായിട്ട് വ്യക്തിപരമായ ബന്ധം, ആത്മീയ ബന്ധം, ഈ ആത്മീയ ബന്ധത്തിൽ ഈ അമ്മ ത്രേസ്യയെ കൃപയിൽ വളർത്തിയതിൻ്റെ വലിയ ഒരു സാന്നിധ്യമായിരുന്നു യൗസപിതാവ്. അതുകൊണ്ട് തന്നെ അമ്മ ത്രേസ്യ നമ്മോട് പറഞ്ഞല്ലോ, അതായത് യൗസപിതാവിന്റെ മധ്യസ്ഥത്തിൽ എന്തും ചോദിച്ചോ അത് ലഭിക്കും, ലഭിക്കാതെ പോയാൽ ഞാൻ ഉത്തരം പറയാന്നുള്ള രീതിയിൽ അത്രമാത്രം തൻ്റെ ജീവിതത്തിൽ യൗസപിതാവിന്റെ സാന്നിധ്യം, മധ്യസ്ഥം അനുഭവിച്ച് അതിലൂടെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും അനുഭവിച്ച ഒരു മഹാവിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. അതുകൊണ്ട് തന്നെ അമ്മ ത്രേസ്യയ്ക്ക് അറിയാം യൗസപിതാവിന്റെ കരുത്ത്. അതുകൊണ്ട് ഈ അമ്മ ത്രേസ്യ ചെയ്ത വലിയൊരു കാര്യമുണ്ട്. യൗസപിതാവിന്റെ മെഡലുകൾ കോൺവെന്റിന്റെ ചുറ്റും സ്ഥാപിച്ചു, കുഴിച്ചിട്ടു. തൻ്റെ ഭവനത്തിന്, ആ മണ്ണിന് യൗസപിതാവിന്റെ സാന്നിധ്യം വേണമെന്നും യൗസപിതാവിന്റെ മധ്യസ്ഥവും സംരക്ഷണവും വേണമെന്നും ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി അമ്മ ത്രേസ്യ ചെയ്തത്. അതിനാൽ തന്നെ ആ കോൺവെന്റുകളെ, ആ ഭവനങ്ങളെ, അവിടെ വസിക്കുന്ന സിസ്റ്റേഴ്സിനെ പ്രത്യേകമായ രീതിയിൽ യൗസപിതാവിന്റെ സംരക്ഷണത്തിൽ, ആത്മീയ പൈതൃകത്തിൽ യൗസപിതാവ് ചേർത്ത് പിടിച്ചു, ഈശോയിൽ വളർത്തി. 20-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ആൻഡ്രെ ബെസറ്റ്, അദ്ദേഹം കാനഡയിൽ മോൺട്രിയാളിൽ യൗസപിതാവിന്റെ ഒരു ഷ്രൈൻ, ദേവാലയം സ്ഥാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പറ്റിയ ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി. ആ സ്ഥലത്തിന് ചുറ്റും അദ്ദേഹം വിശുദ്ധ യൗസപിതാവിന്റെ മെഡലുകൾ ചുറ്റും കുഴിച്ചിട്ടു. അതിനുശേഷം യൗസപിതാവിന്റെ പ്രത്യേക സാന്നിധ്യത്തിൽ, യൗസപിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചു, ഈ സ്ഥലം ഇതുപോലെ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി ഒരുക്കി തരണമേ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതകരമായിട്ട് യൗസപിതാവിന്റെ ഇടപെടലിലൂടെ, മധ്യസ്ഥത്തിലൂടെ ആ സ്ഥലം ഇതിനു വേണ്ടി ലഭിക്കുകയും, ഇന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രം പോലെ അറിയപ്പെടുന്ന ഒരു ഷ്രൈൻ, യൗസപിതാവിന്റെ ഏറ്റവും വലിയ ഷ്രൈനായിട്ട് മോൺട്രിയാലിൽ അറിയപ്പെടുന്ന യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രമായിട്ട് ആ സ്ഥലം മാറുകയാണ്. അതിനുവേണ്ടി ആൻഡ്രെ ബെസറ്റ് ചെയ്ത വലിയ കാര്യമാണ് യൗസപിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് യൗസപിതാവിന്റെ മെഡലുകൾ ആ സ്ഥലത്തിന് ചുറ്റും കുഴിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യൗസപിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ യൗസപിതാവിന് പ്രാധാന്യം കൊടുത്ത് യൗസപിതാവിന്റെ സാന്നിധ്യത്തിൽ ഇവരൊക്കെ ചെയ്തപ്പോൾ അതിനനുസരിച്ച് ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് യൗസപിതാവിന്റെ മധ്യസ്ഥത്തിൽ ആ മക്കൾക്കും ആ ദേശത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും സംജാതമായി, കരസ്ഥമായി എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കുന്ന വലിയ പാഠം. ഇവിടെ മറ്റൊരു വലിയ മേഖല അച്ഛൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അതായത് അച്ഛൻ പറഞ്ഞു വിശുദ്ധ യൗസപിതാവിന്റെ മെഡലുകൾ കുഴിച്ചിടുക എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്.
അതായത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തകർച്ചയുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം വലിയ കാശുകാരനായിരുന്നു. അദ്ദേഹം ഒരു വലിയ ബിൽഡിംഗ് പണിതു. അത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് വാടകയ്ക്ക് എടുത്തത് ഒരു പ്രത്യേകമായൊരു സമൂഹമാണ്. ബിസിനസ് ജിഹാദും മറ്റൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം. അതിൽപ്പെട്ടൊരു വ്യക്തി. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ബിൽഡിംഗ് ചെല്ലുമ്പോൾ അവിടെയും ഇവിടെയും ചില തകിടുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ഷുദ്ര വസ്തുക്കൾ അവിടെയും ഇവിടെയും ഇട്ടിരുന്നതൊക്കെ കാണാമായിരുന്നു. പിന്നീട് അദ്ദേഹം പറയണം, അച്ഛാ, കുറെ കഴിഞ്ഞപ്പോൾ ആകപ്പാടെ പ്രശ്നമായി, സാമ്പത്തിക ബാധ്യതയായി, കടബാധ്യതയായി, ജപ്തിയായി. ഈ സ്ഥലം ഈ വാടകയ്ക്കെടുത്ത ആ വ്യക്തിക്ക് തന്നെ കിട്ടിയ കാശിന് വിറ്റിട്ടെന്ന പോലെ ഒഴിയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കും. ഈ വാടകയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ ചില ടീമുകൾ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, ആഭിചാര്യമായ ജിന്ന് പോലുള്ള അല്ലെങ്കിൽ തകിട് മന്ത്രിച്ച ക്ഷുദ്ര സാധനങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിടും. എന്നിട്ട് പ്രത്യേക നിയോഗത്തിന് വേണ്ടി അവരത് പ്രത്യേകം സ്ഥാപിക്കും. എന്തിനാണ്? ഇത് അവൻ്റെ സ്വന്തമാകണം, അല്ലെങ്കിൽ ഇവിടെ പല രീതികളിൽ. പ്രിയപ്പെട്ടവരെ, അവസാനം ആ സ്ഥലം അവൻ്റെ സ്വന്തമായിട്ട് മാറുന്ന അനുഭവങ്ങൾ ഇഷ്ടം പോലെ മക്കള് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ആൻഡ്രെ ബെസറ്റ് വിശുദ്ധമായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ വിശുദ്ധിയുടെ ചൈതന്യത്തിൽ വിശുദ്ധനായ ഈ മകൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായി, യോസേപ്പ് പിതാവിന്റെ ഇടപെടലുണ്ടായി. ഇതുപോലെ തന്നെ ഒരു പിശാചിനെ ആരാധിക്കുന്നവൻ, ഒരു ആഭിചാര്യ കർമ്മത്തിന്റെ പിന്നാലെ പോകുന്നവൻ, മന്ത്രവാദത്തിന്റെയും ജിന്നിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആഭിചാര്യ ക്രിയകൾ ചെയ്യുന്നവൻ, അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാല് സ്ഥാപിച്ചാല് പിശാചിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് ഇന്ന് ഒത്തിരിയേറെ മക്കൾ അനുഭവിച്ച കാര്യമാണ്. ഇന്നും അച്ഛൻ ഇഷ്ടം പോലെ ഈ ബന്ധന പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന മേഖലകളിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ധ്യാനം കൂടി പോയ ഒരു മകൻ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ധ്യാനത്തിൽ പറയാറുണ്ടേ, ആ മകൻ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനിടയിൽ ആ കട നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഭയങ്കര ശ്രമ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി അറിയോ? വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശുകൾ വെഞ്ചരിച്ചുകൊണ്ട് ഈ കടയുടെ എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും എന്ന പോലെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. കട വെഞ്ചരിച്ചു. മാത്രമല്ല വിശ്വാസ പ്രമാണം ചൊല്ലി വലിയ വിശ്വാസത്തോടു കൂടി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ആ കടയ്ക്ക് ചുറ്റും വിശ്വാസ പ്രമാണത്തിന്റെ കോട്ട കെട്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ഇവരുടെ ഒരു പ്രവൃത്തിയും നടന്നില്ല. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും പ്രായോഗികമായിട്ട് പറയാണ്. ഒരു സഹോദരി എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ, ഒരു ഹൈന്ദവ സഹോദരിയാണ്, അച്ഛാ, എൻ്റെ വീട്ടിൽ ഹോമം നടത്താൻ പോവാ ഭർത്താവ്. ഈ സ്ത്രീ ആണെങ്കിൽ വിശ്വാസത്തിലേക്കൊക്കെ വന്ന് ഈശോയിൽ വിശ്വസിക്കുന്നു, സത്യമായ കാര്യങ്ങൾ അറിഞ്ഞൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മകളാണ്. അപ്പൊ ഈ സമയത്ത് ഹോമം നടക്കാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിസ്സാരമായ കാര്യമുള്ളൂ. ഞാനൊരു 4 കുരിശെടുത്ത് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് ഈ മകളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഞാനൊരു 4 കുരിശെടുത്ത് വെഞ്ചരിച്ച് ഈ മകളെ കൊടുത്തിട്ട് പറഞ്ഞു, വീടിന്റെ 4 സ്ഥലത്ത് മൂലയ്ക്കായിട്ട് വച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കുരിച്ചുകൊണ്ട് വച്ചു. ഹോമം നടക്കുകയാണ്, വിളിച്ചു വരുത്തുന്നുണ്ട്. പക്ഷെ വരാൻ പറ്റണ്ടേ? തിന്മയെ വിളിച്ചു വരുത്തുമ്പോൾ, പിശാചിനെ വിളിച്ചു വരുത്തുമ്പോൾ, ആഭിചാര്യ ആത്മാക്കളെ വിളിച്ചു വരുത്തുമ്പോൾ വരാൻ പറ്റാത്ത വിധം കുരിശിന്റെ വലിയ സാന്നിധ്യം അവിടെ നിറയപ്പെട്ടപ്പോൾ, ക്രൂശിതന്റെ ശക്തി നിറയപ്പെട്ടപ്പോൾ ഒരു തിന്മയ്ക്കും ആ വീട്ടിലേക്ക് കടന്നു വരാൻ പറ്റിയില്ല. ഹോമം അതിനാൽ തന്നെ പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരിക, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സാന്നിധ്യങ്ങൾ എവിടെയുണ്ടോ അവിടെ വിശുദ്ധരുടെ സാന്നിധ്യം ഉണ്ടാകും. തിന്മയുടെ സാന്നിധ്യങ്ങൾ, ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ക്ഷുദ്രത്തിന്റെ, പൈശാചികതയുടെ, ചാത്തന്റെ സാന്നിധ്യങ്ങൾ വിളിച്ചു വരുത്തുന്ന വസ്തുക്കളോ പ്രവൃത്തികളോ സംഭവിച്ചാൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഉണ്ടാകും എന്നുള്ളത് അച്ഛൻ പറയാതെ തന്നെ ഇന്ന് ഒത്തിരിയേറെ മക്കളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മെ നശിപ്പിക്കാൻ, ക്രിസ്ത്യാനിയെ നശിപ്പിക്കാൻ പല ജിഹാദുകൾ കൊണ്ട്, പിന്നെ വേറെ ഞാൻ പറയാം, ഈ ലവ് ജിഹാദിന് അടിമപ്പെട്ടു പോയ മക്കള്, ഈ മക്കളുടെ കയ്യിലൊക്കെ ആഭിചാര്യ വസ്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മാല, ഒരു വള അല്ലെങ്കിൽ മോതിരം അല്ലെങ്കിൽ മൊബൈല്, ഇതൊക്കെ ക്ഷുദ്രം ചെയ്തുകൊണ്ട് ഈ മക്കളുടെ കൈ കൊടുക്കും. ഈ മക്കളുടെ കയ്യിൽ ഇതിരിക്കുന്നിടത്തോളം കാലം
ഈ മക്കൾ പിശാചിന്റെ പിടിയില. ആ മക്കൾ അതിന്റെ അടിമത്ത്, ഇന്ന് പല അടിമത്ത. അതുകൊണ്ട് തന്നെ ചില ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോ ഇതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ നാമത്തിൽ ഈ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലൗകികാത് പൊട്ടിപ്പോയ അനുഭവങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സാന്നിധ്യത്തിന്റെ ശക്തി വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും നമ്മുടെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം ഇത് ആർക്ക്, എന്തിനു വേണ്ടി കൊടുക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ആ ഒരു ഭവനമാണെങ്കിൽ അവിടെ തിരുഹൃദയത്തിന്റെ രൂപം വേണം. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ ബിൽഡിങ്ങുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ആ വലിയ സാന്നിധ്യത്തിന്റെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര പവറാ. വെഞ്ചിരിച്ച് യോസേപ്പ് പിതാവിന്റെ രൂപം നമ്മൾ സ്ഥാപിക്കുമ്പോൾ, വെഞ്ചിരിച്ച് മാതാവിന്റെ രൂപം നമ്മൾ സ്ഥാപിക്കുമ്പോൾ, വെഞ്ചിരിച്ച തിരുഹൃദയത്തിന്റെ രൂപം നമ്മൾ സ്ഥാപിക്കുമ്പോൾ, വെഞ്ചിരിച്ച മാലാഖമാരുടെ വിശുദ്ധരുടെ രൂപം നമ്മൾ അവിടെ വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് രൂപത്തെ വിഗ്രഹാരാധനയൊന്നുമല്ല. അത് അങ്ങനെയല്ല കാണണ്ടേ. അങ്ങനെ കാണുന്നവരുണ്ട്, അത് തെറ്റാണ്. പക്ഷെ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ, ഈ രൂപത്തിന്റെ സാന്നിധ്യം ഒരു വസ്തുവായിട്ടില്ല, പിന്നെയോ ഒരു വ്യക്തിയുടെ സാന്നിധ്യം. യോസേപ്പ് പിതാവിന്റെ രൂപം ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വിഗ്രഹമല്ല വന്നെ, പിന്നെയോ യോസേപ്പ് പിതാവ് എന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം എൻ്റെ കണ്ണുകൾക്ക് ദർശിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഞാൻ അതിനെ സ്വീകരിക്കുമ്പോൾ, കാണുമ്പോൾ എനിക്കതൊരു വിഗ്രഹമല്ല, അതെനിക്കൊരു വ്യക്തിയാണ്. യോസേപ്പ് പിതാവാണ്. ഈശോയുടെ ക്രൂശിത രൂപം എനിക്ക് വിഗ്രഹമല്ല, ഈശോ തന്നെയാണ്. മാതാവിന്റെ തിരുസ്വരൂപം എനിക്ക് വിഗ്രഹമല്ല. പരിശുദ്ധാമ്മയുടെ സാന്നിധ്യം എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തി സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം അറിഞ്ഞവരാണ് വിശുദ്ധ അമ്മ ത്രേസ്യായും അതോടൊപ്പം തന്നെ വിശുദ്ധ ആൻഡ്രെ ബെസറ്റയും. അതിലൂടെ അവർ ചെയ്ത പ്രവൃത്തിയാണ് യോസേപ്പ് പിതാവിന്റെ മെഡലുകൾ കൊണ്ട് കുഴിച്ചെടുക്കുക. ഇനി ചില സ്ഥലങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് കലോവിൻ അച്ഛൻ്റെ യോസേപ്പ് പിതാവിന്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ടോക്കുകൾ കേട്ടപ്പോൾ, അദ്ദേഹം അമേരിക്കയിലും മറ്റും നടക്കുന്ന, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഈ അച്ഛൻ പറഞ്ഞാൽ കേട്ടത്. അതായത് യോസേപ്പ് പിതാവിന്റെ രൂപങ്ങൾ കൊണ്ട് കുഴിച്ചിടുന്ന ഒരു പ്രത്യേക പ്രവൃത്തി, അതൊരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി, ഇപ്പൊ സ്ഥല കച്ചവടം നടക്കാൻ, ബിസിനസ് നടക്കാൻ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് എന്തെങ്കിലും നടക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പ്രവൃത്തി, യോസേപ്പ് പിതാവ് രൂപം കൊണ്ട് മണ്ണിൽ കുഴിച്ചിടും. അത് വേറെ കൂടി അവിടെ പറയുന്നത് തല തിരിച്ചു കുഴിച്ചിടുന്നു. എന്നിട്ട് പറയും, ഈ സ്ഥലം വിറ്റ് പോയാൽ ഈ രൂപത്തെ നേരെയാക്കി വെച്ചോളാം. എന്തോ ഒരു ഔദാര്യം പോലെ ചെയ്യുന്ന അതൊരു അന്ധവിശ്വാസമാണ്. അതൊന്നുമല്ല ഞാനിവിടെ പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവ് രൂപം ഒരിക്കലും കുഴിച്ചിടരുത്. നമ്മൾ വീടിന് കല്ലിടുമ്പോൾ, കട്ടില വയ്ക്കുമ്പോൾ കുരിശുരൂപം അടിയിൽ വയ്ക്കാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരിക്കലും തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശുകൾ ഒരിക്കലും വയ്ക്കാറില്ല. സാധാരണ പ്ലെയിൻ കുരിശാണ് വെഞ്ചരിച്ചു വയ്ക്കാറ്. കുരിശിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും ഒരു മെഡൽ വയ്ക്കുന്ന പോലെയല്ല രൂപങ്ങൾ. രൂപം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, പ്രിയപ്പെട്ട ദൈവമക്കളെ, യോസേപ്പ് പിതാവിന്റെ രൂപങ്ങൾ നമ്മൾ വെഞ്ചരിച്ച് നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാം. അതെന്തിനാ? യോസേപ്പ് പിതാവ് എന്ന വ്യക്തിയുടെ, വിശുദ്ധന്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്താനും, ഇടയ്ക്കൊക്കെ ആ വിശുദ്ധന്റെ രൂപം തൊട്ട് വണങ്ങുക, ആ കാലുകളിലൊന്ന് സമർപ്പിക്കുക, മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക, ഒരു പൂവൊക്കെ ഇടയ്ക്കൊക്കെ വയ്ക്കുക. അങ്ങനെ ഒരു വ്യക്തി സാന്നിധ്യമാക്കി യോസേപ്പ് പിതാവിനെ മാറ്റുന്നതിൻ്റെ ബാഹ്യമായ ചില പ്രവർത്തികൾ, അതൊരിക്കലും വിഗ്രഹാരാധനയായിട്ട് മാറ്റരുത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യോസേപ്പ് പിതാവ് എന്ന വ്യക്തിയെ കാണുകയും ആ വ്യക്തിയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു ബാഹ്യമായ ഒരു അടയാളമാണ് ഈ പ്രവൃത്തികളൊക്കെ. അങ്ങനെ നമ്മൾ യോസേപ്പ് പിതാവിനെ നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ശക്തമായ സാന്നിധ്യമായിട്ട് മാറും. യോസേപ്പ് പിതാവിന് ഭയങ്കര ഇഷ്ടം മക്കളെ കുടുംബത്തിൽ വസിക്കാൻ. യോസേപ്പ് പിതാവ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അതോടൊപ്പം ഈശോയും മാതാവും ഉണ്ട്. യോസേപ്പ് പിതാവ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ, പഠനത്തിൽ, മക്കളുടെ പഠനത്തിൽ, വളർച്ചയിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, പൗരോഹിത്യത്തിൽ, ശുശ്രൂഷകളിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, ഇടപെടുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന, എല്ലാം ചെയ്യുന്ന ഒരു വിശുദ്ധ സാന്നിധ്യമായിട്ട് ഒരപ്പനെ പോലെ തിരുക്കുടുംബത്തിൽ ഈശോയെ, മാതാവിനെ വളർത്തി പരിപാലിച്ചു. അതുപോലെ
യൗസപിതാവ് നമ്മുടെ കുടുംബത്തെയും വളർത്തും, പഠിപ്പിക്കും, പരിപാലിക്കും, വളർത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അഭിഷേക സാന്നിധ്യമാണ് കുടുംബത്തിലെ മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് വസിക്കുന്ന യൗസപിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹ സാന്നിധ്യം. കുടുംബത്തിലെ ഒരു അംഗമാകാനാണ് യൗസപിതാവ് ആഗ്രഹിക്കുന്നത്. തിരുക്കുടുംബത്തിൽ നോക്കിക്കേ, 28-29 വർഷക്കാലം രഹസ്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം തിരുക്കുടുംബത്തിലെ ജീവിതം. എങ്കിലും ആ ജീവിതത്തിലേക്കൊന്ന് ധ്യാനിച്ചു നോക്കിയേ. ആ കുടുംബത്തിലേക്ക് യൗസപിതാവും മാതാവും ഉണ്ണീശോയും വളരെയേറെ സ്നേഹമുള്ള ബന്ധം. അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്നു, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് ചില തമാശകൾ പറയുന്നു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു ബന്ധം ആ കുടുംബത്തിൽ ആഴമാണ്, അഗാധമാണ്. പ്രത്യേകിച്ചും 3 പേരും ദൈവഹിതത്തിനു വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടവര്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, ദൈവികമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവര്, അങ്ങനെ ഭയങ്കര ഒരു ഐക്യം ആ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയെക്കുറിച്ച് ഏറ്റവും അധികം അറിയാവുന്നത് യൗസപിതാവിനും മാതാവിനുമാണ്. കാരണം കൂടെ വസിച്ചു, ഈശോയുടെ സ്വരം അറിയാം, ഈശോയുടെ ചിരിയുടെ സ്വരം കേട്ടാൽ അറിയാം, ഈശോയുടെ നടപ്പിന്റെ ഒരു താളം ഉണ്ടല്ലോ. നമുക്കറിയാം, ചില വ്യക്തികൾ നടന്നു വരുമ്പോൾ തന്നെ ഒച്ച കേട്ടാൽ മതി, അത് ആളല്ലേ, അല്ലെങ്കിൽ സ്വരം ആ ആളാണ്, പാട്ടിന്റെ സ്വരം, സംസാര സ്വരം കേൾക്കുമ്പോൾ. അതുപോലെ ഈ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചതിൻ്റെ ഒരു പരിചയം, ഒരു ബന്ധം, ഒരു തിരിച്ചറിവുണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഈശോയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ എല്ലാം യൗസപിതാവിനറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ യൗസപിതാവ് നമ്മുടെയും കുടുംബത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചലനങ്ങളും വേദനകളും നമ്മുടെ ശബ്ദവും നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ബലഹീനതകളും എല്ലാം അറിയുന്ന യൗസപിതാവ് കുടുംബത്തിലെ ഒരംഗമായിട്ട് നമ്മുടെ ജീവിതത്തിലും ഇടപെടും. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പൗരോഹിത്യത്തിലെ പ്രതിസന്ധികളിൽ, സഭയിലെ പ്രതിസന്ധികളിൽ, പ്രിയപ്പെട്ടവരെ പഠനത്തിലെ മേഖലകളിൽ, മക്കളുടെ വളർച്ചയുടെ അവസ്ഥകളിൽ, ചില ദുശീലങ്ങൾക്കോ തർക്കദോഷങ്ങൾക്കോ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിൽ യൗസപിതാവിനെ ഇതുപോലെ വിളിച്ചു വരുത്തി നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ, നമ്മുടെ ഓരോ മേഖലകളിലും സാന്നിധ്യമായിട്ട് യൗസപിതാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ യൗസപിതാവ് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടും. നമുക്കറിയാം, ഈശോയും മാതാവും യൗസപിതാവിനെ ബഹുമാനിച്ചിരുന്നു. അപ്പനായിട്ട് ഈശോ യൗസപിതാവിനെ ബഹുമാനിച്ചു. ഭർത്താവായിട്ട് പരിശുദ്ധ അമ്മ യൗസപിതാവിനെ ബഹുമാനിച്ചു, അനുസരിച്ചു. യൗസപിതാവിൻ്റെ ആജ്ഞകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണരുത്. യൗസപിതാവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് യൗസപിതാവിനെ ബഹുമാനിച്ചു ഈ ഈശോയും പരിശുദ്ധ അമ്മയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ യൗസപിതാവിനെ ഒരപ്പനായി സ്വീകരിച്ച്, ബഹുമാനിച്ച്, സ്നേഹിച്ച്, അനുസരിച്ച്, ചേർത്ത് പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തിരുക്കുടുംബത്തിലെ യൗസപിതാവ് എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ സകലമാന പ്രവൃത്തികളുടെയും ഒരു ആത്മീയ പിതാവായിട്ട് മാറും. പിന്നെ യൗസപിതാവിൻ്റെ സംരക്ഷണത്തിൽ ധൈര്യശാലിയായ, കൃപ നിറഞ്ഞ, ബ്രഹ്മചാരിയായ, അനുസരണമുള്ള, വിധേയത്വമുള്ള, കരുത്തുള്ള, അഭിഷേകത്തിൻ്റെ ശക്തിയുള്ള ഈ യൗസപിതാവ് നമ്മയും നമ്മുടെ കുടുംബത്തെയും അതിശക്തമായിട്ട് ഈശോയിലേക്ക് വളർത്തും, സ്വർഗത്തിലേക്ക് വളർത്തും, തിന്മയുടെ സ്വാധീനങ്ങളെ തകർത്തെറിയും. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ കൂടി പറയാം, ബിസിനസ് മേഖലകളിൽ പ്രിയപ്പെട്ട മക്കളെ യൗസപിതാവിനെ പ്രത്യേകം വിളിച്ച് പ്രാർത്ഥിച്ചോ. നമ്മുടെ ബിസിനസ്സുകളെ, നമ്മുടെ ജോലി മേഖലകളെ, നമ്മുടെ മക്കളെ, മക്കളുടെ പഠനത്തെ തകർക്കാൻ വേണ്ടി ശത്രു ഇന്ന് പല പല മേഖലകളിൽ നമ്മെ നശിപ്പിക്കാൻ നടക്കുമ്പോൾ ഇതുപോലെ യൗസപിതാവിന്റെ വലിയ സാന്നിധ്യം വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം കേട്ടോ. അത്രമാത്രം സാത്താന്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ചെറുപ്പക്കാരായിട്ട് ബന്ധപ്പെട്ട് പറയായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഡ്രഗ്സും മദ്യവും മറ്റ് കാര്യങ്ങൾ കൊടുക്കാനും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാനും വേണ്ടി വലിയ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അപകടകരമായ പൈശാചിക സ്വാധീനങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി മദ്യത്തിലൂടെയും ഡ്രഗ്സിലൂടെയും ആഭിചാരത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും ലവ് ജിഹാദിലൂടെയും മറ്റും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബിസിനസ്സുകളെ, ജോലി മേഖലകളെ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടൻ നടക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ
നമ്മൾ സ്വർഗത്തിന്റെ സംരക്ഷണം ഉയർത്തിക്കെട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ മക്കൾ അതിനാൽ തന്നെ നശിപ്പിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഒരു ഭാഗമാണ് ഹലാൽ എന്നൊക്കെ പറയുന്നത്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് കടന്നു വരുമ്പോൾ ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് യോസേപ്പിതാവിന്റെ ഈ മധ്യസ്ഥം നമ്മൾ അനുഭവിച്ചറിയണം. വിശുദ്ധ അമ്മ ത്രേസ്യായെ പോലെ, വിശുദ്ധ ആന്ദ്രെ ബെസറ്റിനെ പോലെ യോസേപ്പിതാവിന്റെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന സാന്നിധ്യത്തിന്റെ ശക്തി നമുക്ക് നൽകുന്ന മെഡലുകളും യോസേപ്പിതാവിന്റെ രൂപങ്ങളും യോസേപ്പിതാവിനെ സാന്നിധ്യമാക്കി മാറ്റിക്കൊണ്ട് ആ ഒരു ബന്ധത്തില്, ആ ഒരു സംരക്ഷണത്തില് ജീവിക്കുവാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിശുദ്ധ യോസേപ്പിതാവിന്റെ ഇതുപോലത്തെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം, വിശുദ്ധരുടെ സാന്നിധ്യം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വിളിച്ചുറപ്പിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ വിശുദ്ധ കുരിശിൽ, അച്ഛൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുരിശിന്റെ ശക്തമായ സാന്നിധ്യ സംരക്ഷണം വിളിച്ചു വരുത്തണം. ഇന്ന് തിന്മ അതുപോലെ ഏറി നമ്മെ നശിപ്പിക്കാൻ വരുമ്പോൾ നമുക്കുള്ള സ്വർഗീയ സാന്നിധ്യത്തിന്റെ കരുത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് അത് ഉപയോഗിക്കാതെ പോകുന്നുണ്ട്. വെഞ്ചിരിപ്പിന്റെ കരുത്ത്, വിശുദ്ധ വസ്തുക്കളുടെ കരുത്ത്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് യോസേപ്പിതാവിന്റെ ഈ വലിയ സാന്നിധ്യത്തിന്റെ സന്ദേശം നമ്മെ വിശാലമായ സ്വർഗീയ സംരക്ഷണത്തിലേക്കും കൃപയുടെ സംരക്ഷണത്തിലേക്ക് നയിക്കുന്നതാക്കി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ പഠനത്തിനും വളർച്ചയ്ക്കുമൊക്കെ ദൈവം സ്വർഗം നമുക്ക് സംരക്ഷണം തരുന്നുണ്ട്. അതറിഞ്ഞ് സ്വന്തമാക്കി വിശുദ്ധരൊക്കെ നമ്മൾ കണ്ടില്ലേ, ഈ പുണ്യവാന്മാരൊക്കെ സ്വന്തമാക്കിയതുപോലെ ഇന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമാക്കാനായാൽ നമ്മെ തൊടാനോ നശിപ്പിക്കാനോ ഒരു തിന്മയ്ക്കോ ഒരു ജിഹാദിനോ ഒരു പിശാചിനോ ഒരു ആഭിചാര്യത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു തകിടിനോ ഒരു ഏലസിനോ ഒരു ക്ഷുദ്ര വസ്തുവിനോ സാധ്യമല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട്, ഇത് നമ്മൾ അറിയണം. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ആത്മീയമായ വിശുദ്ധമായ സംരക്ഷണത്തില്, സാന്നിധ്യത്തില് സുരക്ഷിതരാണെങ്കിൽ ഇതൊന്നും നമ്മെ സ്വാധീനിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മയും നമ്മുടെ സകലമാന മേഖലകളെയും സ്വാധീനിക്കും, നശിപ്പിക്കും, തകർക്കും എന്നുള്ളത് സത്യമാണ്. അനുഭവങ്ങൾ ഏറെ ഈ കാലഘട്ടത്തിൽ ശക്തമാണ് താനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം, നമുക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരാം, നമുക്ക് നമ്മുടെ ഈ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് വരാം, നമുക്ക് നമ്മുടെ ഈ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കാം. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് വിശുദ്ധ യോസേപ്പിതാവിനോടൊപ്പം ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ അല്പസമയമായിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാനും ഞങ്ങൾ അനാഥരായിരിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശപിക്കപ്പെട്ട മണ്ണില്, സാത്താന്റെ പിടിയിൽ അമർന്നു പോയ ഈ ലോകത്തില് കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് സ്വർഗീയ സംരക്ഷണം നൽകുവാൻ അങ്ങ് തിരുമനസ്സായി. വിശുദ്ധ യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെയും എല്ലാ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വലിയ സാന്നിധ്യ സംരക്ഷണത്തില് ഞങ്ങളെപ്പോഴും ആയിരിക്കുവാൻ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നല്ലോ. പുണ്യവാന്മാരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിശുദ്ധനായ യോസേപ്പിതാവിന്റെ പൈതൃക സംരക്ഷണത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ വിശുദ്ധ യോസേപ്പിതാവിന്റെ സാന്നിധ്യം സ്വന്തമാക്കി ആ വലിയ കരുത്തിൽ അഭിഷേകം പ്രാപിച്ച അമ്മ ത്രേസ്യായുടെയും വിശുദ്ധ ആന്ദ്രെ ബെസറ്റിന്റെയും ഒക്കെ ജീവിത മാതൃകയിൽ യോസേപ്പിതാവിന്റെ ശക്തി ഞങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തില് ഒരംഗമായിട്ട് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന യോസേപ്പിതാവിന്റെ വലിയ സാന്നിധ്യത്തില് ഈ ദിവ്യകാരുണ്യ സന്നിധിയില്
ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ലവ് ജിഹാദിന്റെ, ബിസിനസ് ജിഹാദിന്റെ, മറ്റ് പൈശാചികതയുടെ, മ്ലേച്ഛതയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും ജോലി മേഖലകളെയും എല്ലാ സാധ്യതകളെയും കർത്താവെ, ഞങ്ങളുടെ മക്കളെയും മക്കളുടെ പഠനത്തെയും വളർച്ചയെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. പല പല ലവ് ജിഹാദുകളിൽ പെടുത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും തകർത്തെറിയാനുള്ള വലിയ കരുത്തും അഭിഷേകവും ശക്തിയും കർത്താവേ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തില് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പിശാചിന്റെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക സാന്നിധ്യ മധ്യസ്ഥ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ സകലമാന ഉദ്യമങ്ങൾക്കും സംരക്ഷണമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന് നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു.
ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിക്കൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെറോദേസിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അധ്വാനപൂർണമായ ജീവിതം വഴി തിരുക്കുടുംബത്തെ സംരക്ഷിച്ചു പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുകരിച്ച് ദൈവത്തിനു മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിന്റെ നിഴലായി ജീവിച്ച മഹത്വമുള്ള പിതാവേ, അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങേ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നല്ല ഈശോയെ, ഈ കാലഘട്ടത്തിന്റെ വലിയ തിരിച്ചറിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കളെ തിരിച്ചറിയാനുള്ള കൃപ, ഒരു പ്രകാശം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, ഇന്ന് അങ്ങയുടെ മക്കൾക്ക് ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ഇടയന്മാരും സഭാധികാരികളും കുടുംബനാഥന്മാരും മതാധ്യാപകരും കൊണ്ടൊക്കെ നിറയപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഈശോയെ, ശത്രുവിനെ തിരിച്ചറിയാനുള്ള പ്രകാശവും ദൈവിക ജ്ഞാനവും എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ഈ വലിയ തിരിച്ചറിവിൽ നിന്ന് ശത്രുവിനെ അകറ്റി നിർത്തുവാൻ വേണ്ടി യേശുപിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് കോൺവെന്റുകൾക്ക് നാമധേയമിട്ട് പേരിട്ട അമ്മ ത്രേസ്യായും അതോടൊപ്പം തന്നെ യേശുപിതാവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിശുദ്ധ ആൻഡ്രേ ബെസറ്റയും ചെയ്തതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തില് യേശുപിതാവിന്റെ വലിയ സാന്നിധ്യം, വിശുദ്ധയുടെ സാന്നിധ്യം, കർത്താവേ അങ്ങയുടെ കുരിശിന്റെ സാന്നിധ്യം, അങ്ങയുടെ വലിയ സംരക്ഷണത്തിലായിരിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിറയട്ടെ, നമ്മുടെ സഭയിൽ നിറയട്ടെ, കുടുംബങ്ങളിലും മക്കളിലും നമ്മുടെ വീട്ടിലും മണ്ണിലും ബിസിനസ് മേഖലകളിലും ജോലി മേഖലകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നിറയപ്പെടട്ടെ. ഈ വലിയ തിരിച്ചറിവിൽ നിന്ന് സ്വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ഈശോയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.